മഹാഭാരതത്തിലെ ശകുനി എന്ന കഥാപാത്രത്തെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു കഥാപാത്രമായി മാത്രം കണ്ടാൽ മതി. തൻ്റെ തന്ത്രം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി പദ്ധതികൾ പ്ലാൻ ചെയ്യും. ശകുനി ഒരു ഭക്തനും ആയിരുന്നു. അപ്പോൾ ശകുനിയുടെ എടുത്തു പറയാവുന്ന രണ്ട് ക്യാരക്ടർ, ഒന്ന് സൈക്കോളജിക്കൽ മാനിപ്പുലേഷനും ഡിസപ്ഷനും, തന്ത്രവും വഞ്ചനയും. ഈ മാനിപ്പുലേറ്റേഴ്സ് തന്ത്രം ഉപയോഗിച്ച് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നു. ഇത്തരം ശകുനിമാർ നമ്മളെ ഇടയിലും ഉണ്ടാവാം. അവർ പ്രധാനമായും തന്ത്രം ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഗ്യാസ് ലൈറ്റിംഗ്. ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് ഒരു വ്യക്തി യാഥാർത്ഥ്യബോധത്തെ ചൂഷണം ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങളോട് പറയും, നീ എന്താണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഓർമ്മകളെ ഒരു കൺഫ്യൂഷനിൽ കൊണ്ടിടും. രണ്ടാമത്തേത്, നിങ്ങളുടെ തെറ്റുകൾ എടുത്തു പറഞ്ഞ് എല്ലാ കുറ്റവും നിങ്ങളെ തലയിൽ കൊണ്ടിടും. പിന്നെ നിങ്ങളെ വികാരങ്ങളെ മാനിക്കില്ല. പിന്നെ സത്യത്തെ വളച്ചൊടിക്കും. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ മറ്റിടത്ത് പോയി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തി നിരന്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന വ്യക്തി ഒരു കൺഫ്യൂഷനിലേക്ക് പോകും. രണ്ടാമത്തത് ഗിൽറ്റ് ട്രിപ്പ്. ഗിൽറ്റ് ട്രിപ്പ് എന്നത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. നമുക്ക് നോർമലി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മളെ കുറ്റബോധത്തിൽ കൊണ്ടിട്ട് ചെയ്യിക്കും. ഉദാഹരണത്തിന്, നീ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, നിനക്ക് അത് റെഡിയാക്കാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ മികച്ചവരെ നമ്മളെ കമ്പയർ ചെയ്ത് നമ്മളൊരു കുറ്റബോധത്തിൽ കൊണ്ടിടും. പിന്നെ അവർക്ക് എല്ലാത്തിനും ഒരു കണ്ടീഷൻ വയ്ക്കും. വലിയ ജോലികളൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ജോലി അവർ അങ്ങ് ഏറ്റെടുക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറ്റു ജോലികൾ ഏൽപ്പിക്കില്ല. ഇത്തരം ആൾക്കാർ ഒരു പേഴ്സണാലിറ്റി പ്രശ്നം ഉള്ളവരായിരിക്കാം. നമുക്ക് അവരെ ഒന്ന് മനസ്സിലാക്കാം.